ഞങ്ങൾ കോസ്റ്റ് ബ്ലിസ് എന്ന പേരുള്ള ഈ ഒരു ഹോം സ്റ്റേയിലാണ് കേട്ടോ താമസിച്ചത്. കയറി വരുമ്പോൾ അത്ര പ്രിയകരമായി തോന്നാത്ത ഇവിടം പിന്നീട് ഇറങ്ങിപ്പോകാൻ മടിക്കുന്ന അത്രമേൽ പ്രിയപ്പെട്ട ഒരിടമായിട്ട് പെട്ടെന്ന് തന്നെ മാറി. അത് ഈ പ്രോപ്പർട്ടിയുടെ ഭംഗിയും സൗകര്യങ്ങളും കൊണ്ട് മാത്രമല്ല കേട്ടോ. അത് പിന്നെ നമ്മൾ എവിടെയാണെങ്കിലും കൂടെ നമുക്ക് പ്രിയപ്പെട്ടവർ ഉണ്ടാകുമ്പോൾ അപ്പോഴാണല്ലോ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഭംഗിയുണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന നമ്മളിടങ്ങളെ വിട്ടുപിരിയാൻ വല്ലാത്ത വിഷമം തന്നെയായിരിക്കും. അതെ, നമ്മളായി അംഗീകരിക്കുന്ന, നമുക്ക് നമ്മളായി ഇരിക്കാൻ കഴിയുന്ന ഇടം. ഒരുപാട് നാളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ച കൂടിക്കാഴ്ച, ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. ഒടുവിലത് ജീവിച്ചിരിക്കുവോളം ഓർക്കാൻ ഒരു പിടി നല്ല ഓർമ്മകളും നൽകി ഞങ്ങളിലൂടെ പെട്ടെന്ന് കടന്നുപോയി. വളരെ കുറച്ചു നേരമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒന്ന് ഉറങ്ങി ഉണർന്നപ്പോൾ ഓരോരുത്തരായി തിരിച്ചു പോകാൻ തുടങ്ങി. വളരെ വിഷമകരമായിരുന്നു ആ കാഴ്ച. അവശേഷിച്ച ഞങ്ങളാവട്ടെ ഒരു ചായയൊക്കെ കുടിച്ച് അല്പനേരം കൂടി സംസാരിച്ചിരുന്നപ്പോഴേക്കും എല്ലാവർക്കും പോകാനുള്ള സമയവുമായി. അവസാനം ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തുവെങ്കിലും എല്ലാവരുടെയും ഉള്ളിലൊരു വിങ്ങലായിരുന്നു. ഒടുവിൽ എല്ലാവരെയും അവിടെവിടങ്ങളിലായി ഇറക്കി ഞാനും എൻ്റെ റോഷ്മോനും മാത്രമായി ബാക്കി. പിന്നീട് ബാക്ക് സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കളിയും ചിരിയും നിറച്ച മനുഷ്യർ തിങ്ങി നിറഞ്ഞാണെങ്കിലും പിൻസീറ്റിലെ ആ ഒരു ശൂന്യതയെ മറച്ചിരുന്നു. കോളേജ് ലൈഫ് അവസാനിച്ചപ്പോഴും എല്ലാവരെയും വിട്ട് അവസാനം വീട്ടിലേക്ക് പോയപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. അല്ലെങ്കിലും ചില നഷ്ടങ്ങൾ നമ്മൾക്ക് പൂർണ്ണമായി നികത്താൻ കഴിയില്ലല്ലോ. അങ്ങനെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി അവനും പോയി. ട്രെയിൻ കയറി നാടെത്തിയത് അറിഞ്ഞില്ല കേട്ടോ. മനസ്സപ്പോഴും അവരോടൊപ്പവും നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ച സമയങ്ങളിലും സ്ഥലങ്ങളിലുമായി തന്നെ ഉടക്കി കിടക്കുകയായിരുന്നു. അല്ലെങ്കിലും അത്രമേൽ പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുത്താനോ മറവിക്ക് വിട്ടുകൊടുക്കാനോ കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യനാവുമോ? മനുഷ്യൻ എപ്പോഴും അവയെ തിരഞ്ഞുകൊണ്ടേയിരിക്കും. ഒടുവിൽ വീണ്ടും ഇതുപോലെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും പഴയയിടങ്ങളിലേക്ക്.